ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. ഇന്ന് ചെറിയൊരു പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ ആളതാ വരുന്നുണ്ട്. നമ്മളെ അമ്മാണീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാക്കില്ല. ചെറിയതായിട്ട് ചോറും കറിയും ഉപ്പേരിയും പപ്പടം തന്നെ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ഞു കാന്താരിക്കാണ് ഒരുക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആരെ ബർത്ത്ഡേ? വാവയുടെ. ഏത് വാവാ? എവിടെ വാവാ? ഏതി? എന്താ കുഞ്ഞിന്റെ പേര്? അതെ, ഞങ്ങളുടെ പേര് അനാമികയാണ്. പക്ഷെ ഞങ്ങൾ ആര് പേര് ചോദിച്ചാലും വാവാന്നേ പറയുള്ളൂ കേട്ടോ. ഞാൻ എത്ര അനാമിക എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ പേര് അനാമിക, അതേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോട്ടെ. ഈ കുഞ്ഞി കാന്താരിന്റെ പിറന്നാൾ വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാനിവിടെ സാമ്പാർ ഉണ്ടാക്കുന്ന ഒരുക്കത്തിലാണ്. സാമ്പാറും ഉപ്പേരി പപ്പടം ചോറും ഒക്കെ അടുപ്പത്തുണ്ട്. നല്ല മുരിങ്ങയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ സാമ്പാർ അത്ര ഉള്ളൂ കേട്ടോ. സാമ്പാറൊന്നും പറയാൻ പറ്റൂല, എന്നാലും ചെറിയ പിന്നെ നാളികേരം ഇല്ല. അപ്പൊ തേങ്ങ നിറയ്ക്കാത്തൊരു കറിയാണ് കേട്ടോ. ബർത്ത്ഡേ അല്ലേ, അപ്പൊ ഒരു ചോറും കറി ഉപ്പേരി കൊടുക്കാനുള്ള രീതിയിലാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ കറി ഉണ്ടാക്കാനുള്ള വെണ്ടയ്ക്ക് ഉള്ളിയും വാട്ടുകയാണ്. നമ്മുടെ പരിപ്പ് ഇവിടെ കൂക്കിച്ച് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ വെണ്ടയ്ക്കൊക്കെ വാട്ടിയിട്ടാണ് ഉണ്ടാക്കാറ്. ഇനി ഇതിലേക്ക് നമ്മളെ പൊടികളൊക്കെ മുളകും പൊടിയും മല്ലിപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയും കൂടി ഇടും. പിന്നെ നമ്മളെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് സാമ്പാർ കായം ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറ്. ചോറിനാ നേരമായപ്പോഴേക്ക് നമ്മളെ ഏട്ടൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഓ, ഏട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പോഴേ വന്നപ്പോഴാട്ടോ ഞാൻ ഏട്ടനെ കണ്ടത്. അപ്പോൾ ദേവൂട്ടൻ വന്നാണ്ട് വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. ഞാനേ പോയാണ്ട് ഇല മുറിക്കട്ടെ കേട്ടോ. ഇപ്പം ഉണ്ടാക്കി തരാം. നിങ്ങൾ കയറിക്കോളി, ഭയങ്കര ചൂട്. ഞാൻ ഇല മുറിച്ചിട്ട് വരേ. അപ്പോൾ ഫ്രണ്ട്സ്, ചോറും കറി ഉപ്പേരിയും പപ്പടമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിറന്നാളിൻ്റെ അന്ന് വേറെ പ്രത്യേകത വാഴയിലാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക, ചോറൊക്കെ ഒന്ന്. അപ്പോൾ നമ്മൾ വാഴയിലേക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വാഴയിലൊന്നും കാണാനൊന്നുമില്ല. ഒക്കെ ഈ എന്താ പറയുക, വെയിലായതുകൊണ്ടൊക്കെ ഇതായിട്ടുണ്ട്. എന്നാലും നമുക്ക് കിട്ടുമോ നോക്കാം, രണ്ടെണ്ണെങ്കിലും കിട്ടുമോ നോക്കാം. കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആയി തന്നെ ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരുപാട് വാഴയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എത്തുന്നിടത്ത് എവിടെയില്ല കേട്ടോ. ഞാൻ കുറേ നേരം ഇത് കൂടെ ആകെ അല്ലെങ്കിൽ വിരിഞ്ഞ് നടക്കുകയാണ്. എങ്കിലൊരു വാഴ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ വാഴയില കിട്ടുന്നില്ല, കാരണം ഒക്കെ ദൂരത്താണ്. പിന്നെ നല്ലൊരു ഇലയും കിട്ടുന്നത് കണ്ടോ. ഇക്കൊല്ലം ഉയരത്തിലാണ് ഓരോന്നുള്ളത്. പിന്നെ എങ്ങനെ എനിക്ക് കിട്ടും? എന്തായാലും താഴത്തെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതാ ഇല കിട്ടിയിട്ടുണ്ട്. കുഴങ്ങിട്ടോ, ഒന്നും എത്തുന്നിടത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാത്തിമേക്കും ചാടി ഞാൻ ഏതായാലും ഒരു വിധമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2-3 ഇല കിട്ടിയിട്ടുണ്ട്. നമുക്ക് വിളക്കൊക്കെ കഴിയാണ് ചോറ് കൊടുക്കാം കുട്ടിക്ക്. അഞ്ചു എല്ലാ കാര്യം ഒരുക്കി വെച്ചിട്ടില്ല. ഞാൻ വന്ന സമയത്ത് സാമ്പാറുണ്ട്, പപ്പടം ഉണ്ട്, ചോറ്, ഉപ്പേരി. അച്ഛനെ മടിയിൽ. അപ്പൊ ഞാൻ പോയിട്ട് ഷർട്ട് എടുത്തേ. ഇല്ല, ഇട്ടിട്ടില്ല. അപ്പെടുത്തോളി. അയ്യോ, എന്റെ അപ്പടവും ഞാക്കുണ്ടോ നമ്മളെ ചോറ് വെക്കട്ടെ. അപ്പൊ എല്ലാരും ചോറ് കൊടുക്കാൻ പോലെ നമ്മളെ കുഞ്ഞാനല്ലേ ഇവിടെ ആദ്യത്തെ പപ്പടം കൊടുക്കാൻ ഞാൻ ഇഷ്ടം. തെങ്ങാണോ?
അയ്യോ ഓള് വായത്തിനാണ് ഒരു ലക്ഷ കൊടുത്തിട്ടാണ് ഓള് പറ്റിക്കുന്നത്. കയ്യൊക്കെ സൂപ്പർ. അച്ഛനോട് ഒറ്റയ്ക്ക് കഴിക്കണം കേട്ടോ. കൊഞ്ചം മഴ വായത്തിൽ ചോറ് വരി പോവാൻ അവൾ ഒറ്റയ്ക്ക് കഴിക്കട്ടെ. അത് വേണ്ട അത് വേണ്ട സ്നേഹത്തിൽ നമ്മളെ ചെടിനല്ലേ ചോറ് മതിയോ? ആ മതി മതി. അപ്പം ഞങ്ങളിന്ന് എല്ലാവരും നിലത്ത് നിന്നിട്ട് ആമണീൻ്റെ കൂടെ ചോറുണ്ണാണ്. പിറന്നാൾ സദ്യ കഴിക്കാൻ കേട്ടോ. സദ്യ പായസമൊന്നുമില്ല കേട്ടോ. കുഞ്ഞ് സദ്യയാണ്. എല്ലാ വിഭവങ്ങളൊന്നുമില്ല. ഗൈസ് ഇതാണ് അച്ചക്കുട്ടിയാണ്. ഇനി വേറൊരുത്തിനെ കാണിച്ചു തരാം കേട്ടോ. ഹെൽപ്പിങ് ദൈവനെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട്. ദൈവനെ സഹായിക്കണം. ഇനി വേറൊരാള് അതടച്ചിട്ടില്ല. അല്ല ഒന്നുമില്ല. ഇനി വേറെ ഒന്ന് ഞാൻ കാണിച്ചു തരേ. ഇയാളാണ് കൂടുതലായിട്ട് സഹായിക്കുന്ന ആള്. അതാണ് ഈ സഹായമാണ് ആ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. നമ്മുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോവാണ്. നമ്മൾ കേട്ടോ കേക്ക് വാങ്ങിക്കാറ്. ഇതാണ് നമ്മുടെ സ്ഥിരം കേക്ക് ഷോപ്പ്. ഇതാ കേക്ക് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക് കട കേട്ടോ. സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ 100K അടിച്ചതിൻ്റെ യൂട്യൂബിൽ നിന്ന് 100K അടിച്ചതിൻ്റെ സെലിബ്രേഷൻ നടത്തിയതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കേക്ക് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാ രണ്ടുപേരും കൂടി കേക്ക് വാങ്ങിക്കാൻ പോയി. ഞാൻ പോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് വാങ്ങാം. ഹായ്, ഒരുപാട് ഇതാണ് എടുക്കാൻ പോകുന്നത്. കേക്കൊക്കെ വാങ്ങി വരികയാണ്. ആ വാ 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 വിട് 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 അതേവിട്ട് വിട്. അപ്പൊ ഇതാ ബർത്ത്ഡേക്ക് ഇതാ കേക്കൊക്കെ വാങ്ങി വരുന്നുണ്ട്. നീ പോവല്ലേ നമുക്ക്? വാ. ഓ ആരപ്പ ഈ കേക്കൊക്കെ കൊണ്ട് പോകുന്നത്? ആരുടെ ബർത്ത്ഡേ ഗേളോ? ഇത് ബർത്ത്ഡേ ഗേളാണോ? അപ്പൊ നമ്മുടെ ആനിമോളുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അനിമോൾ. ഹാപ്പി ബർത്ത്ഡേ അനിമോൾ. പിന്നെ നമുക്ക് ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എവിടെ വിളിക്കേ? ഇത് ഊത്, ദാദി ഊത്. അനിമോൾ ഊത്. Yes. Happy birthday to you. Happy birthday to you. Happy birthday Animo. Happy birthday to you. Yo. രസല്ലേ guys? ഇതാണ് രസം.
ഇത് ഞാൻ മുറിച്ചിട്ടില്ലെങ്കിൽ ഇവര് എന്ത് ചെയ്യാ അറിയോ, ഫുള്ള് തോണ്ടി തിന്നു. ഇത് ചോക്ലേറ്റ് ആണിത്, ചോക്ലേറ്റ് കഴിഞ്ഞത് ഇത് വരെ അതെന്താ കടലാസല്ലേ? അല്ലേ കടലാസല്ലേ? ചോക്ലേറ്റാ ഞാൻ കടലാസാണ്. കുഞ്ഞുമാക്ക് കൊടുക്ക്. അയ്യോ വലിയ വായാട്ടം. ഇതെന്താ കേക്ക് ഫ്രിഡ്ജിലേക്ക് കേക്ക് സൂപ്പർ ആട്ടോ. ചോക്ലേറ്റ് ഇഷ്ടമല്ലേ boys? ധാന്യമോള് എന്തൊരു പരിപാടി, ഇനി മാമൊന്നുണ്ടേ, ഇത് മതി കഴിച്ച് എനിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ ചെറിയ കേക്കാ വാങ്ങിയത്. മിഠായി ഒന്നും വേണ്ട. എല്ലാം അടുത്തേക്ക് മിഠായി മതി. ആ അപ്പൊ ദേവുട്ടിന് മിഠായി വാങ്ങില്ലെന്ന പരാതി. അപ്പൊ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പിറന്നാൾ ദിനത്തിന് കൊച്ചു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്ന. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.